റെട്രോ ട്രെയിലർ വന്നില്ല, എങ്ങനെയുണ്ട്? സീരിയസ് ആയിട്ട് ഇത് മറ്റേ ബാക്കിയാണോ? അതെ. ഞാൻ സീരിയസ് ആയിട്ട് നീ കണ്ടോണ്ടിരിക്കണ കണ്ടിട്ട് നീ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. മൊത്തത്തിൽ പറയണെങ്കിൽ ഓക്കെ ആണ്, പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെ മിസ്സിങ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കങ്കുവയുടെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറ്റി വെച്ച് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹൈപ്പ് കയറ്റിയപ്പോഴത്തേക്കും ഇതത് താക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചതായിരിക്കും. കാർത്തിക് സുബ്ബരാജ് ഉണ്ട്, മഹാൻ, അതേപോലെ പേട്ട, അത്രയൊക്കെ പടങ്ങളുള്ള പുള്ളി ഈ ഒരു സൂര്യയുടെ ഇത്രയും ഡേറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് കിട്ടി ചെയ്യുന്നൊരു പടം ഇങ്ങനെ ആക്കാൻ മനസ്സിലായി. ഒരു എന്തോ ഒരു എലമെന്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സമാധാനിക്കല്ലേ, സമാധാനിക്കാൻ. പക്ഷെ എവിടെയോ ഒരു ഭയങ്കരമായിട്ട് താന്നു പോയതുപോലെ ട്രെയിലർ. കാരണം ഒരു എന്നൊക്കെ പറയാനുള്ള ഒരു സ്പേസ് ഇടാതെ നമ്മളെ മറ്റേ ജഗമേ തന്തേറം, അതേപോലത്തെ ധനുഷിന്റെ ആ ഒരു പടവും, പിന്നെ എവിടെയൊക്കെയോ കണ്ട കുറെ പടത്തിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ഒക്കെ പോലെ തോന്നും. ചിലപ്പോ ഇത് ഒളിപ്പിക്കണായിരിക്കാം. കാർത്തിക് സുബ്രാജിന്റെ ബുദ്ധി വെച്ചിട്ട് ചിലപ്പോ അങ്ങനെ പ്രതീക്ഷിക്കാം. അല്ലല്ല, ചിലപ്പോ ഇത് ഒളിപ്പിക്കുന്ന അവനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തിയേറ്ററിൽ വരുമ്പോൾ ആളുകൾ കൈയടിക്കണം. ഈ ട്രെയിലർ കണ്ടുകൊണ്ട് ഒരു ഹൈപ്പ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളൊരു ചാൻസ് അതിനകത്തുണ്ട്. എന്നാലും പ്രതീക്ഷയുണ്ട്. മെയ് 1 വെയിറ്റിംഗ് തന്നെയാണ്. ഫസ്റ്റ് ഡേ കാണുകയും ചെയ്യും. കണ്ടിട്ട് ബാക്കി പറയാം. ചിലപ്പോ ബമ്പർ ഹിറ്റ് അടിച്ചാലോ. ഈ അയണൊക്കെ നമ്മൾ വിചാരിക്കാത്ത ക്ലൈമാക്സ് ഒക്കെ അല്ലേ കൊണ്ടുവച്ച. അപ്പോ അതേപോലെയൊക്കെ ചിലപ്പോ സംഭവിക്കാം, സംഭവിച്ചുകൂടാതില്ല. പിന്നെ സൂര്യയുടെ പടമല്ലേ, പൊട്ടിയാലില്ലെങ്കിൽ നമ്മള് ഫസ്റ്റ് ഡേ ഒക്കെ അവിടെ കാണും. അത് സത്യം. എന്റെ ബാക്കി പാർട്ട് ഞാൻ സിനിമ കഴിഞ്ഞിടുന്നതായിരിക്കും. ഇറക്കിക്കോ. എന്നാലും ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും പടത്തിന്റെ ഒരു ട്രെയിലറിന്റെ ഒരു ഷോ ഉണ്ടെങ്കിലും നമ്മുടെ ആ പാട്ടൊക്കെ ഹിറ്റാണല്ലോ. അത് വെച്ചിട്ടും പിന്നെ കാർത്തിക് സുബ്രാജ് പേര്, സൂര്യ പേര്, അതൊക്കെ വെച്ചിട്ട് എന്തായാലും പടം കഴിഞ്ഞിറങ്ങിയിട്ട് നമുക്കൊരു വീഡിയോ കൂടെ ഇടാം. ഞാൻ അപ്പൊ തിരിച്ചു വെക്കും ഫോണ്. എനിക്ക് തന്നെ ഇതുപോലെ വെക്കേണ്ടി വരല്ലേ. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ ഒന്നും പറയുന്നില്ല, ഞാൻ എല്ലാം ഞാൻ മനസ്സിൽ വെച്ചേക്കാം. ഒന്നും പറയുന്നില്ല. ബാക്കി പിന്നെ